നമ്മൾക്ക് എങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാമെന്ന് പരിചയപ്പെടാം. ഇതിന് ഫസ്റ്റ് 3 സെക്ഷനാണ് ഉള്ളത്. ഫസ്റ്റ് ഈ ഒരു സെക്ഷനാണുള്ളത്. ഈ സെക്ഷനിൽ നമ്മളുടെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. വോട്ടറുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് ജനനത്തീയതിയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ജനനത്തീയതിയാണ്. രണ്ടാമത് നമ്മൾ എഴുതുന്നത് നമ്മളുടെ ആധാർ നമ്പറാണ് എഴുതുന്നത്. പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പറാണ് എഴുതുന്നത്. പിന്നെ നമ്മളുടെ പിതാവിൻ്റെ പേര് കഴിഞ്ഞിട്ട് പിതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതണം. പിന്നെ മാതാവിൻ്റെ പേര്, അതുപോലെ തന്നെ മാതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. പിന്നെ പങ്കാളിയുടെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ആ പങ്കാളിയുടെ എപ്പിക് നമ്പറാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനാണ് ഇത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2002 വോട്ട് ചെയ്ത ആൾക്ക് വേണ്ടി എഴുതുന്ന ഒരു സെക്ഷനാണിത്. അപ്പോൾ വോട്ടറുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എന്താണ് എഴുതേണ്ടത്? 2002 വോട്ട് ചെയ്ത വ്യക്തിക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷൻ. അവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് വോട്ടറുടെ പേര്. പിന്നെ അവരുടെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ എഴുതുക. പിന്നെ ഈ വോട്ടറുടെ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അവർ തമ്മിലുള്ള ബന്ധം എഴുതുക, ജില്ല എഴുതുക, സംസ്ഥാനത്തിൻ്റെ പേരെഴുതുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുക. പിന്നെ വോട്ടർ ചെയ്ത നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അതുപോലെ വോട്ടർ ചെയ്ത ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇതൊക്കെ എന്താണ്? വോട്ടറുടെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. ഇത് 2002 വോട്ട് ചെയ്ത വ്യക്തിക്ക് ഫില്ല് ചെയ്യേണ്ട സെക്ഷനാണ് രണ്ടാമത്തെ ഭാഗം. ഇനി നമ്മൾക്ക് വരുന്നത് ഇതിലെ മൂന്നാമത്തെ സെക്ഷനാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2022 വോട്ട് ചെയ്യാത്ത വ്യക്തി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ മുകളിൽ കൊടുത്ത ഡീറ്റെയിൽസിൽ കൊടുത്ത വ്യക്തി 2002 വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മൂന്നാമത്തെ ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ വോട്ടറുടെ 2002 SIR പട്ടികയിലുള്ള ബന്ധുവിൻ്റെ പേരാണ് ഫസ്റ്റ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അവരുടെ ആ ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ആ എപ്പിക് നമ്പർ ഇവിടെ എഴുതണം. പിന്നെ ബന്ധുവിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ വോട്ടറുടെ 2002 SIR പട്ടികയിലുള്ള ബന്ധുവിൻ്റെ പേര് ചോദിച്ചില്ല. ആ ബന്ധുവിനെയാണ് ഇവിടെ എഴുതേണ്ടത്. ബന്ധുവിൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് എഴുതേണ്ടത് ആ ബന്ധുവിനെയാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ബന്ധം തമ്മിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈ മുകളിൽ എഴുതിയ പേരില്ലേ, ഈ ബന്ധുവിൻ്റെ ആരാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ എഴുതിയ ബന്ധു എന്നാണ് എഴുതേണ്ടത്. ഇവർ തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത് ഇവിടെ. പിന്നെ ജില്ല, അതുപോലെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ഇതൊക്കെ ആരുടേതാണ് എഴുതേണ്ടത്? ഈ ബന്ധുവിൻ്റെതാണ് എഴുതേണ്ടത്. ഇവിടെ ആരെ പേരാണോ എഴുതുന്നത് അവരുടെ ജില്ലയും സംസ്ഥാനത്തിൻ്റെ പേരും നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ചോദിക്കുന്നത് ആരാണ്? ബന്ധുവിൻ്റെ നമ്പറാണ്. 2002 ഇവിടുത്തെ ഈ ബന്ധുവില്ലേ, ഈ ബന്ധുവിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. അതുപോലെ ക്രമ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പറൊക്കെ എഴുതേണ്ടത്. നമ്മളിവിടെ വോട്ടറുടെ 2002 SIR പട്ടികയിലുള്ള ബന്ധുവിൻ്റെ പേര് എഴുതുന്നില്ലേ, ഈ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫില്ല് ചെയ്യേണ്ട സെക്ഷൻ ഭാഗം 1 2 എന്ന് പറയുന്നത് 2002 വോട്ട് ചെയ്ത വ്യക്തികൾ മാത്രമാണ് ഈ രണ്ടാമത്തെ ഭാഗം ഫില്ല് ചെയ്യേണ്ടത്. ഈ മൂന്നാമത്തെ സെക്ഷൻ ഫില്ല് ചെയ്യേണ്ടത് 2002 വോട്ട് ചെയ്യാത്ത വ്യക്തികളാണ്.